കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അച്ഛൻ്റെ ഒരു കിടപ്പുണ്ട്. ആ കിടപ്പാവാനേ നിമിഷങ്ങൾ മതി മക്കളെ. രാത്രി ഞാൻ കൂടെ കിടക്കണോ? വേണ്ട, മക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടാവൂലേ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കിടന്ന മുള്ളിയാലാ. അച്ഛൻ എന്തിനാ അതെപ്പോഴും പറയുന്നേ? അത് നാണം കെട്ടിയ കാര്യങ്ങളല്ലേ. കിടന്ന മുള്ള അതിന് കുഴപ്പമില്ലല്ലേ? പറയണാണ് കുഴപ്പം. അയ്യാ അച്ഛൻ നമുക്ക് നടക്കാൻ വേണ്ടേ? കുറച്ച് കഴിയിട്ട് മക്കളെ. ഇനി മടി പിടിച്ച് നടന്ന നടക്കാൻ വെച്ചതാവേ. അയ്യോ എന്റെ പൊന്നോക്കളെ, നാക്കെടുത്ത് വളയ്ക്കല്ലേ. കുറച്ചു കാലം കൂടെ നടന്നോട്ട്. ആഹാ, അച്ഛനും മോളോടെ കഥയും പറഞ്ഞ് കിടക്കുവാണോ? നിനക്ക് പഠിക്കാനൊന്നും ഇല്ല വേണേ? അച്ഛന്റെ വയ്യാതെ മാറുന്നവരെ ഞാൻ ബുക്ക് കൊടുക്കൂല. നന്നായി, വളരെ നല്ല തീരുമാനം കേട്ടാ. അച്ഛനൊക്കെ മൂടി പിടിച്ച് കിടന്നുറങ്ങാം. ബാ കേടാ. അയ്യോ കൈ 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 ചാടിക്കോ 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 ചാടിക്കോ. റെഡി റെഡി റെഡി. കിടന്നോ കിടന്നോ. ബാ കിടന്നോ. കിടന്നുറങ്ങാം കുറച്ച് നേരം കേട്ടോ. എന്നിട്ട് പിന്നെ എണീറ്റ് നടക്കാൻ പോവാം. ബാലു ബാലേ ദേ ബാസണേ. ഈ ചെറുക്ക ഇത് എന്തൊരു കിടപ്പ് കിടക്കണേ? ഇതെന്തൊരു ഇത് ആശുപത്രിയിൽ പോയില്ലേ? ആശുപത്രി പോയില്ലേ നിങ്ങള്? അല്ല ആശുപത്രി കൊണ്ടുപോയതാ, പോയിട്ട് വന്നതാ. പിന്നെ ചേടാ ഇത് വല്ലാത്തൊരു അവസ്ഥയാണല്ലോ ഇത്. ഇത് സംഭവം എന്നറിയാ, ഇത് ആരോ കണ്ണു വെച്ചതാണ്. കാര്യം എന്നും രാവിലെ മറ്റേ വടിവത്ത ഷർട്ട് മുണ്ട് കൊടുത്തോണ്ട് കൊച്ചു പിള്ളേരെ പോലെ ചുറുചുറുക്കോടെ ഓടയല്ലേ ജോലിക്ക് വേണ്ടി. അപ്പൊ ആരോ കണ്ണു വെച്ചാണിത്, അല്ല വേറെ ഒന്നുമല്ല ഇത്. വല്ലതും കഴിച്ചാ നീ? കഞ്ഞി കൊടുത്തായിരുന്നു. ഒരു കാര്യം ചെയ്, കഞ്ഞി കൊടുത്താ എല്ലാ ഫ്രൂട്ട്സൊക്കെ കൊടുക്കണ്ടേ? ആണ്ടേ പിയർ ആപ്പിള് നല്ല സാധനമാണ്, കഴി. 100 രൂപയ്ക്ക് 5 കിലോടാ. എന്താടാ ഇവ, നിനക്ക് എപ്പോഴും പൈസ പൈസ എന്നുള്ള ചിന്തയുള്ളാടിയാ? ആ ചിന്ത നിനക്ക് ഇതുവരെ മാറിയില്ലേ മനസ്സിൽ നിന്ന്? പൈസ പൈസ ചിന്തിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. എടാ പൈസ എന്നുള്ള സാധനം ഇന്ന് പോവും നാളെ പോവും, അറിയാമോ? ഇന്ന് പോവും നാളെ പോവും. എന്നാ കഴി. പൈസ 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 കഴിക്കാം. ആദ്യം നീ എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കുക വാസി. നിൽക്കുന്നില്ല ഇതില്ലേ മക്കളങ്ങോട്ട് പോ, എടുത്തോ. അയ്യോ അയ്യോ നില്ല നില്ല നില്ല. ഇതങ്ങോട്ടിട് ഇതങ്ങോട്ടിട്. നില്ല വാസി. പിടിക്കും പിള്ളേരെ അങ്ങോട്ട്. നില്ല നില്ല നില്ല. ഉണ്ടായിട്ട് എന്തൊരു കാര്യം? വാസി നില്ല നില്ല. നിങ്ങളങ്ങോട്ട് മാറിയില്ല, നിങ്ങളങ്ങോട്ട് മാറിയില്ല. നിങ്ങൾ അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ നിങ്ങൾ. ഞാൻ എണീക്കിട്ടെ. പതുക്കെ 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 പതുക്കെ. എന്റെ വെപ്രാണം എന്തൊരു വന്നാലും ഒരു വെപ്രാണം. തൂക്കിയുടെ കൈ പൈസ എന്താ പൈസ പരുത്തോളം അടവായിരുന്നില്ലേ? നിന്നെ കിട്ടാനാടാ ഞാൻ ഈ അടവെടുത്തത്. അച്ഛന് ശരിക്കും കയ്യില് കുഴപ്പമൊന്നും ഇല്ലേ? ഈ കള്ളൻ ഇങ്ങനെ ആയിരല്ലേ എന്റെ അടുത്ത് വരുവാടാ. മൂടി നടക്കാതിരുന്നില്ലടാ. മിണ്ടിപ്പാല് ഇവൻ തന്നാ പൊറോട്ടയും ഇറച്ചി മാറ്റി അവൻ കരഞ്ഞു കാണിച്ചപ്പോ മൈ പോലെ. വെള്ളം ചോദിക്കണം. ഇവനെ മുങ്ങി നീ പറ്റിക്കാൻ കളിച്ചടാ. വീട്ടിൽ ചെന്നാ നീ വീട്ടിയില്ല, നീ ജംഗ്ഷനിൽ പോയാൽ നീ അവിടെ ഇല്ല, എന്താ ചായക്കട പോയാൽ അവിടെ ഇല്ല, എന്നാ എല്ലായിടത്തും കൊണ്ടുണ്ടാലും. ഇടാ ഇങ്ങനെ 40,000 രൂപ അടിച്ചോണ്ട് പോയത്. അത് സിംഗപ്പൂർ കൊണ്ടുവന്ന് പറഞ്ഞു പറ്റിച്ചിട്ട്.
ബാലുവിന് വെള്ളം കുടി. എടാ നിന്നെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ എന്തെല്ലാം വലവിരിച്ചെന്ന് അറിയാടാ. അങ്ങടാ അതിനൊക്കെ നീ രക്ഷപ്പെട്ട്. ഇന്ന് ഞാൻ സൈറ്റിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള 40 രൂപ കാണാനില്ല. അപ്പോഴാണ് 40,000 പോയത് എൻ്റെ സങ്കടം. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം കെട്ടി എടുത്ത് വന്നത്. എടാ നീ എൻ്റെ വയ്യാമ കാണാൻ വന്നതല്ലേടാ. നീ സന്തോഷത്തോടെ വന്നേടാ. 2 രൂപ ഉണക്ക പിയർ ആപ്പിളും വെച്ചോണ്ട്. നല്ല പിയറാപ്പിള്. നല്ല പിയർ ആപ്പിളാടാ. നല്ല പിയർ ആപ്പിളാ. അടവ് വിളിയടാ. നിന്റെ ഭാര്യ വിളിയടാ. നിന്റെ ഭാര്യ വിളിയടാ. വിളിയടാ. സുഷമ്മ വിളിയടാ. വിളിയടാ. എടാ എന്നെ 40 രൂപ വാങ്ങിച്ചടാ. ആരായിക്കോട്ടെ നീ മയങ്ങണം. നിന്റെ ഭാര്യ പുഷ്പലത വിളിയടാ. പറ്റിയ ഞാൻ അവനെ ഇവിടെ കുറിച്ചിടും. എണീക്കുള്ളത് എണീക്കുള്ളത് എന്തോന്ന് വെച്ചാ അവളെടുത്ത് ഞാൻ എന്തിനാണ് പഠിച്ചോണ്ട് പോയത്? ശരിക്കും നീ കൊല്ലാൻ നോക്കണേ. എന്നെ 40 രൂപ എന്തിനാ പഠിച്ചോണ്ട് പോയത്? ഞാൻ പറ്റിച്ചല്ല നീലു. അപ്പൊ എനിക്ക് അവളെ കാണാൻ കൊതിയായി. ഞാൻ അപ്പോൾ അവളെ വിളിച്ച് ഞാൻ വരട്ടെന്ന് വെച്ചാൽ വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കയറി പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും അവൾ പറഞ്ഞ് സ്വന്തം പൈസയ്ക്ക് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് നിന്റെ പൈസ ഇരിക്കല്ല, അളിയനെ കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞ് തൽക്കാലം എങ്ങനെയെങ്കിലും പോകണമല്ലോ, കണ്ടല്ലേ പറ്റൂ. അവസാനം ഞാൻ അളിയൻ്റെ പൈസ എടുത്ത് പോയി. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. പൈസക്ക് നിന്റെ ഭാര്യ കാണണോടാ. അതിനോടാ എനിക്കറിയില്ല, അതിനകത്ത് വല്ലതും ഉണ്ടാവും. പോട്ട് ഞാൻ പറഞ്ഞ അവൻ അടവാണെന്ന് പറഞ്ഞു. എന്റെ 40 രൂപ തരാ. ഇതിനെ കൊല്ലുവാടാ ഞാൻ. 40 രൂപ. 40,000 രൂപ. എടാ നീ എന്നെ 4 ലക്ഷം രൂപ ഇടിയിടിച്ചില്ലടാ. ബാക്കി 3,60,000 രൂപ നീ എനിക്ക് ഇങ്ങോട്ട് താ. അങ്ങോട്ട് വരാടാ. ഇനി വാടാ. അവനെ പിടിച്ചോണ്ടോ? അവനെ വിടല്ലേ ഏട്ടാ. അവൻ പ്രാന്താണ്. നിങ്ങൾ നോക്കിയോ, എന്റെ 40 എന്ന് തരുമോ? അന്നൂരടിക്കും. നോക്കിയോ എവിടെ വെച്ചിട്ടടിക്കും. ആരും കിടപെടാൻ വന്ന എന്റെ സോമാർ നോക്കിയോ. എന്ത് സ്വഭാവമാണ് ഇതൊക്കെ? അവനെ ഒരു കാര്യം ഓർമ്മിച്ചോ, അവൻ ബാസിയാണ് തൊട്ടിരിക്കുന്നത്. ബാസി ഒന്നും വെറുതെ വിടൂല. അവനെ എന്ത് മാത്രം ഉപദ്രവിച്ചെന്നറിയാം. പക്ഷെ ബാസി വാടാ